നമ്മൾ ഈ സിനിമ സീരിയലൊക്കെ തുടങ്ങുന്നേക്കാളും മുമ്പ് എഴുതി കാണിക്കുന്ന ഒരു സംഭവമാണ് ഇതിലെ കഥയും കഥാപാത്രവും തികച്ചും സാങ്കല്പികം മാത്രം, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളത്. പക്ഷേ ഇതൊന്നും സിനിമയിലും സീരിയലിലും മാത്രമല്ല, ഇത് ആദ്യം കാണിക്കേണ്ടത് പരസ്യങ്ങളിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പരസ്യങ്ങളും നമ്മുടെ യാഥാർത്ഥ്യ ജീവിതമായിട്ട് യാതൊരു ബന്ധം എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ കണ്ടതും പരിചിതമായ കുറച്ച് പരസ്യങ്ങൾ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആദ്യം തന്നെ കാലത്ത് എണീക്കുമ്പോൾ പല്ല് തേക്കണ പേസ്റ്റിൻ്റെ പരസ്യം നമ്മൾ കണ്ടിട്ടുണ്ടാവും. 10-9 ഡോക്ടർമാരും ശുപാർശ ചെയ്യുന്ന നമ്പർ 1 ബ്രാൻഡിൽ നിന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ ഡെന്റിസ്റ്റുകളുടെ ജോലി എന്താ? നാശമായ പല്ല് ശരിയാക്കില്ലല്ലേ. അപ്പോൾ ഏതെങ്കിലും ബുദ്ധിയുള്ള പല്ല് ഡോക്ടർ നല്ല പേസ്റ്റ് സജസ്റ്റ് ചെയ്യും. എൻ്റെ അറിവിൽ ഇന്നേ വരെ അങ്ങനെ ചെയ്തില്ല. പേസ്റ്റുകളിൽ കുറേ അപ്ഡേഷൻ വന്നു. കുറച്ച് നാൾ മുമ്പ് അത് ഈ ഉപ്പിൻ്റെ പേസ്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കറുകപ്പട്ട, ഉപ്പ് അതൊക്കെ കൂടി മിക്സ് ചെയ്തൊരു ഗരം മസാലയ്ക്ക് വരെ നമുക്ക് വേണമെങ്കിൽ പേസ്റ്റ് യൂസ് ചെയ്യാവുന്നൊരു ഫോമിലേക്ക്. അപ്പോൾ നമ്മൾ ഈ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് അടിച്ചത് നമ്മൾ ഈ കുളിക്കാൻ പോകാൻ ചെയ്തിരിക്കാം. അപ്പോൾ സോപ്പിൻ്റെ പരസ്യം വളരെ ഫേമസ് ആയൊരു പരസ്യമാണ്. എനിക്ക് പണ്ട് പതിവായിട്ട് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എനിക്ക് റെക്കമെൻഡ് ചെയ്ത് എൻ്റെ ഫ്രണ്ട് റിയ ആണ്. ഒന്നാമത്തെ കാര്യം, എൻ്റെ അറിവിൽ ഇന്നേ വരെ ഒരു പെണ്ണ് പോലും അവൾക്ക് നല്ലൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ വേറൊരു പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ഫിൽറ്റർ ആയാൽ പോലും അവൾ വേറെ പറഞ്ഞു കൊടുക്കില്ല. പിന്നെ സോപ്പിൻ്റെ ഒക്കെ പരസ്യം നമ്മൾ കാണണം. ആദ്യം ഒരു പെണ്ണ് വന്നിക്കും, ഈ ആധാർ കാർഡിൻ്റെയൊക്കെ ഫോട്ടോ പോലെ ഒരുമാതിരി ഇരുണ്ടിരിക്കും. അപ്പോഴാണ് ഈ സോപ്പ് കയ്യിൽ കൊണ്ട് കൊടുക്കുക. ഒരു 10 സെക്കൻഡുള്ളത് മുഖത്ത് ഇങ്ങനെ ഇടുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കണം. ഒറ്റ തിളക്ക. ഇതൊക്കെ പോട്ടെ, ഇത് ഈ പരസ്യത്തിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്. 5 പവൻ്റെ നെക്ലസ് കൂടെ പിടിക്കും, ഒരു 10 രൂപയുടെ സോപ്പ് കൂടെ പിടിക്കും, ഒരു 1.5 കിലോ വെളിച്ചെണ്ണൊക്കെ ജായി തിളക്കായിട്ട്. എന്നിട്ട് ആള് ചോദിക്കും, മോളെ നെക്ലസ് വേണോ സോപ്പ് വേണോ എന്ന്. അപ്പോൾ ആ പരസ്യത്തിലെ പെണ്ണ് പറയും, ചേട്ടാ എനിക്ക് സോപ്പ് മതി, നെക്ലസ് വേണ്ടാന്ന്. ഞാനൊക്കെയാണെങ്കിൽ നെക്ലസും അരഞ്ഞാനം പിടിച്ചിട്ട് ഞാൻ ഓടുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു ചായ കുടിക്കാം. സാധാരണ ഈ ചായ കുടിക്കണം, ഈ ചായപ്പൊടിയുടെ പരസ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും അടിച്ചടിച്ച് പിരിഞ്ഞ് ഡിവോഴ്സ് ആവാൻ നിൽക്കായിരിക്കും. അപ്പോഴാണ് ഈ ഭാര്യ ചായ വയ്ക്കാൻ പോണത്. ചായ വയ്ക്കാൻ പോകുമ്പോൾ ചായപ്പൊടി കിട്ടാ ചായയുടെ മണടിക്കുമ്പോൾ ഭർത്താവിനൊരു പ്രത്യേക ഒരു ഉന്മേഷം വരും. അപ്പം മണടിച്ച് ഭർത്താവ് ഈ ഭാര്യയുടെ ബാക്കിൽ നിന്നൊരു കെട്ടിപ്പിടുത്താം. എന്നിട്ട് ഈ ചായ ഭർത്താവിന് കൊടുക്കണ സമയത്ത് അവിടുത്തെ മണടിക്കുമ്പോൾ എന്നെ പകുതി പ്രശ്നം തീരുന്നുണ്ടാവും. ഇത് കുടിക്കുമ്പോൾ എല്ലാ പ്രശ്നം തീരും. എൻ്റെ വീട്ടിലൊക്കെ കാലത്ത് ചായ വെക്കുമ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. കാലത്ത് അമ്മ ചായ ഇട്ട് അച്ഛന് കൊടുക്കുമ്പോൾ ഇതിൽ മധുരം കുറവുന്നതുകൊണ്ട് കാലത്തൊട്ടെന്നെ പ്രശ്നം തുടങ്ങും. പരസ്യതയും ജീവിതമായിട്ട് യാതൊരു ബന്ധവും എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊക്കെ പോട്ടെ, ഒരു വെറൈറ്റി പരസ്യമുണ്ട്. പരസ്യങ്ങളിൽ എനിക്ക് കണ്ടപ്പോൾ 2 കാര്യങ്ങളാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. പരസ്യങ്ങളിൽ കാട്ടുകോഴിയുള്ള ഒരാളുണ്ട്. കാട്ടുകോഴി, വെള്ള ഷർട്ടും നീല തൊപ്പിട്ടൊരാൾ വരും. സാധാരണ ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കും, കയറിയിരുന്നോ? നമ്മൾ ഹോളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറ്റിയിരുത്തും. പുള്ളിക്ക് അതല്ല, കയറി എന്ന് വെച്ചാൽ കക്കൂസാണ്. ശരി, ഒക്കെ പോട്ടെ, കക്കൂസ് കണ്ടോട്ടെ. പക്ഷെ കറക്റ്റ് നമ്മൾ ഈ ഉച്ചയ്ക്ക് എലിശ്ശേരിയും പുലിശ്ശേരിയും ഒക്കെ കഴിച്ച് ബാത്റൂമിൽ പോയി ഇരിക്കണ സമയത്താണ് ഈ പുള്ളിക്കാരൻ കറക്റ്റ് ആ സമയത്ത് കയറി വരും. ഇന്നേ വരെ ഈ പുള്ളിക്കാരൻ ഈ നല്ല വൃത്തിയാക്കിയിട്ടൊരു ക്ലോസറ്റിൽ പോയി ഞാൻ കണ്ടിട്ടില്ല. കറയാണ്, നിറച്ചും കറയാണ്. പിന്നെ ഇന്നേ വരെ ഈ പുള്ളിക്കാരൻ പെണ്ണുങ്ങളുള്ള വീടല്ലാണ്ട് ആണുങ്ങളുള്ള വീട്ടിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ വീടുകൾ പോയി കോളിംഗ് ബെല്ലടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും പുള്ളിക്കാരൻ വന്ന് ഇതൊക്കെ വൃത്തിയാക്കി തരുമ്പോൾ അവിടെ വേറൊരു ടാക്ടിക്സ് ഉപയോഗിക്കും. 99.8% കീടാണുക്കൾ കൊല്ലണല്ലോ, ബാക്കി 2 കീടാണുക്കൾ അവിടെ വെച്ചിട്ട് പോവാ. കാരണം എന്താ? ഇതൊക്കെ പെറ്റി പെരുകി അടുത്ത മാസം ആകുമ്പോൾ അതൊന്ന് സെറ്റപ്പ് ആവാൻ. ഇനിയും ഇതൊക്കെ കഴിഞ്ഞ് അടുത്തൊരു പരസ്യമാണ് സോപ്പ് പൊടിയുള്ള പരസ്യം. നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു കുട്ടി കളിക്കാനൊക്കെ പുറത്തേക്ക് പോയിരിക്കും, അവൻ ചെളിയിലൊക്കെ കുത്തി മറിഞ്ഞ് ഈ അമര സിനിമയിൽ അശോകനും മമ്മൂക്കിയൊക്കെ ആണെങ്കിലും ഇങ്ങനെ മറിഞ്ഞെടുത്ത് വന്ന് നമ്മൾ വിചാരിക്കും അവൻ കളിക്കാനാണോ പോയെ, ചെളി വാരി തേക്കാനായോ പോണേന്ന്. അത് കഴിഞ്ഞിട്ട് ഇവൻ വീട്ടിലേക്ക് വരും. അപ്പം നമ്മളൊക്കെ വിചാരിക്കും നല്ല ചീത്ത കേൾക്കും അങ്ങനെയൊക്കെയാണ്. കാരണം എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ ചെളി വന്നു കഴിഞ്ഞാൽ അമ്മ 10 തല്ലും. പക്ഷേ ഈ കുട്ടിയുടെ അടുത്ത് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കറ നല്ലതാന്ന് പറഞ്ഞ് ഒരു 10 രൂപ എടുത്ത് കൊടുക്കും. 10 രൂപ എടുത്ത് കൊടുത്തിട്ട് പറയും, മോൻ പോയി ഒരു സോപ്പ് പൊടി മേടിച്ചിട്ടാ തൊട്ട മാജിക്കിൽ ഫുൾ അങ്ങോട്ട് വെളുക്കും. സത്യം പറഞ്ഞാൽ പരസ്യം കാരണം ഈ TV കണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയാണ് എൻ്റെ അവസ്ഥ. ഞാനെപ്പോൾ
ടി വിയുടെ ഫ്രണ്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴും നല്ലൊരു പരിപാടി വന്നാലും ഈ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോഴേക്കും അവിടെ ഇങ്ങനെ ഈ കക്കൂസ് കഴിയണ ഇതിൻ്റെ ഒക്കെ ജാതി പരസ്യങ്ങൾ വരും. ഇനി മലയാളം ചാനൽ ഇങ്ങനെ പരസ്യങ്ങളൊന്ന് മാറ്റി വല്ല HBO BBC ന്യൂസ് ചാനലൊക്കെ ആയിരിക്കും, അതിലും അപ്പം ഇംഗ്ലീഷുകാരുടെ അങ്ങനത്തെ പരസ്യമായിരിക്കും. എൻ്റെ വീട്ടുകാർ കുടുംബത്തോടുകൂടി നിർത്തി. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആരും TV കണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇത് TVകളിലെ പരസ്യം. ഇനി നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു കൂട്ടം പരസ്യങ്ങൾ കാണാൻ പറ്റും. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഒരു ഹൊറർ സിനിമ കാണാൻ പോയി. അപ്പം ഇൻ്റർവെൽ വരെ പ്രത്യേകിച്ച് വല്ല പേടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത് ഇൻ്റർവെൽ സമയത്തായിരുന്നു. ആ മോളിൽ തിയേറ്ററിലെ പപ്സിൻ്റെ പോപ്കോണിൻ്റെ വിലയും കേട്ടിട്ട് അത്ര ഭയാനകനാണ് അവിടുത്തെ പടത്തിനേക്കാൾ കൂടുതൽ ഇതാണ്. ഇതൊക്കെ മേടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ തിന്നാൻ നോക്കുമ്പോഴാണ് മറ്റേ ശ്വാസകോശത്തിൻ്റെ പരസ്യം നൊരയും പതിയൊക്കെ വന്ന് ഇതെങ്ങനെ നമുക്ക് തിന്നാൻ പറ്റും. ഇതൊക്കെ വലിച്ച് കയറ്റത് വലിയ നിർത്താമെന്ന് നമുക്ക് ആ പരസ്യം കാണുമ്പോൾ. അങ്ങനെ നമ്മൾ മോട്ടിവേറ്റ് ആയിരിക്കുമ്പോഴായിരിക്കും ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ് നായകൻ്റെ എൻട്രി സിഗരറ്റൊക്കെ വലിച്ചിട്ട്. എൻ്റെ ഈ കണ്ടന്റിന് പരസ്യമായ കാരണം യാതൊരുവിധ അന്ത്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതൊക്കെ പറഞ്ഞ് ഇവിടെ നിർത്തി പോകുമ്പോൾ ഡയാന ചേച്ചി വന്നിട്ട് പറയും ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.